വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ? വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ? പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരന്നിട്ടുള്ള തൗബയാ. അല്ലാഹുവിനോട് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. പടച്ചവനോട് തൗബ ചെയ്യടാ പുണ്യമോര്. പാപങ്ങൾ പടച്ചറപ്പിനോട് ഏറ്റുപറയട്, പശ്ചാത്തപിച്ച് മടങ്ങടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാ, ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അള്ള ചെയ്തൂടെ? 40 വൻപാപം പൊറുക്കാനുള്ള ഒറ്റ എളുപ്പവഴി, 40 വൻപാപം പൊറുക്കാനുള്ള എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് ഓടുന്നവർ ഇത് കേട്ടിട്ട് പോകടാ ചെറുപ്പക്കാരാ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഈ വൻപാപം പൊറുക്കുന്ന സമയത്ത് നിന്ന് ഇബ്ലീസ് ഓടിക്കുകയാ. രക്ഷപ്പെടാൻ പാടില്ലല്ലോ, ഇവൻ നരകത്തിലകപ്പെടണമല്ലോ. അതുകൊണ്ട് ശൈത്താനാണ് നിന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഈ നന്മ പറയുന്ന സമയത്ത് നീ എഴുന്നേറ്റ് പോകുമോ? അല്ലാഹുവേ, ദുആ ചെയ്യാൻ പോകുന്ന സമയമല്ലേ, 40 പേരിൽ കൂടുതലില്ലേടാ പൊന്നുമോനെ. ദുആയിക്ക് ഉത്തരമുള്ള മജ്ലിസല്ലേ, അതുകൊണ്ട് എഴുന്നേറ്റ് പോകല്ലേ. പ്രതിഫലത്തിന്റെ സമയമാകുമ്പോ ഓടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ടത് വഅലല്ല കേട്ടോ. ഉസ്താദെ, ഖതീബ് ഉസ്താദ് എന്തേ ഉണ്ടോ? അപ്പൊ ഇനി നന്ദാവരയിൽ വേണ്ടത് വഅലല്ല. പ്രസിഡന്റ് എന്താ ജമാഅത്തിന്റെ? അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിക്കണ്ട കേട്ടോ. ജമാഅത്തിന്റെ പ്രസിഡന്റിനോടും ഖതീബിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നു, അത്യാവശ്യം വഅലല്ല വേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിർബന്ധമായിട്ടും ഈ നാട്ടുകാരെ പഠിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. അള്ള കാക്കുമാറാകട്ടെ, അള്ള കാക്കുമാറാകട്ടെ. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. കാരണം ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ, പിന്നെ ഇപ്പൊ ഇവിടെ ആരാ കുളിപ്പിക്കുന്നത്? ഉസ്താദിനുണ്ടോ? ഖതീബ് ഉസ്താദ് പുതിയതാ, ഉസ്താദിന് അറിയത്തില്ല. ഉസ്താദ് ഇപ്പോഴാ കാണുന്നത് ഇങ്ങനൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിർബന്ധമായിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പള്ളി വെച്ചൊരു ക്ലാസ് നടത്തണം കേട്ടോ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ഇവരുടെ കാര്യം. അല്ല ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം കേട്ടാ താത്തമാരെ കേട്ടാ. സ്വന്തം തന്നെ കുളിക്കേണ്ട പാട് വലിയ പാടാ അല്ലേ. ബാത്റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ വേണ്ട, വിവാദമാക്കാൻ വയ്യ. വേണമെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറും. ഞാൻ എന്തെങ്കിലും പറയും. കന്നിമൂലയാണ് ഇപ്പം എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ കന്നിമൂലയെക്കുറിച്ച് പറഞ്ഞതാ ഇപ്പം എൻ്റെ നെഞ്ചത്ത്. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഖുർആനോ ദിക്റോ വല്ലതും പറയാൻ പാടുണ്ടോ? ഇല്ല. ഇന്നത്തെ വീടുകളിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ? എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ? ഞാൻ ചോദിക്കണമെന്നിരിക്കുന്നത്, എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നാം ഷഹാദത്ത്, 2ാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ 1ാം ഷഹാദത്ത്, 2ാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ. ഏപ്പാ പെണ്ണുങ്ങളെ, എനിക്കറിയില്ല. ഈ അടുത്തൊരു സംശയം ചോദിച്ചത്, എനിക്ക് എൻ്റെ മറുപടി പറയാനില്ല. അപ്പോഴാണ് ഞാൻ അറിയണേ ഈ കുളിക്കണ സമയത്ത് 1ാം ഷഹാദത്തൊക്കെ പറയണമെന്ന്. അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും ഹമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കുളിക്കുമ്പോൾ അതിനകത്തിരുന്നിട്ട് ഈ വലിയ ശുദ്ധിയുടെ കുളിക്കുമ്പോഴൊക്കെ 1ാം കാര്യം ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാ പറയണേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതൊന്ന് ഉസ്താദിന്റെ മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം. ഞാൻ നിങ്ങളെ വസ്വാസിലാക്കിയതല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അതൊക്കെ പറയണമെന്ന് അപ്പോഴാണ് അറിയണേ. വലിയ ശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ ഉസ്താദ്? നീയത്ത് വെച്ചാൽ മതി, അതന്നെ പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് മനസ്സിൽ കരുതണമെന്ന. ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഇതെങ്ങ് പറയുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു അതിനകത്ത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ.
അതൊക്കെ മനസ്സിൽ പറയുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 40 വൻപാപം പൊറുക്കണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം, മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പെങ്ങള്, ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം. എന്നിട്ടല്ലാ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തങ്ങോട്ട് കടത്തുന്ന സമയമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കുളിപ്പിക്കണമടാ. എടാ പൊന്നുമോനെ, മയ്യത്ത് കുളിപ്പിക്കട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ. ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, ആരാകട്ടെ, വാപ്പയാകട്ടെ, നിന്റെ കൂടപ്പിറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, നിനക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനാകട്ടെ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പല ന്യൂനതകളും നിനക്ക് കാണാം. കാരണം ചലനമറ്റ് കിടക്കുന്ന ശരീരമാ, അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ, പടച്ചവനെ വല്ലാതെ പരമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന്, അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പുറത്തു പറയുന്നവരുണ്ടല്ലോ. പറയല്ലേ വാപ്പാ, പറയല്ലേ പെങ്ങള്, അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചു, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ, പറയാതെ മറച്ചു വെച്ചാ അവന്റെ 40 പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കടാ പൊന്നുമോന്. ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു വെക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഉറൂസൊക്കെ കഴിഞ്ഞാൽ പടച്ചവനെ നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ. ഒന്ന് പോയിരുന്ന് പഠിക്കട്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത്, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. നിങ്ങളെ മറന്നു പോകരുത്. നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. എന്റെ പെൺമക്കളോട് പറയുകയാ, മക്കളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ, ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത്, നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത്, അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത്. എന്റെ ഉമ്മ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ, എന്റെ വാപ്പ എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ. നന്ദാവരയിലെ ചെറുപ്പക്കാരാ, സിറാജ് സ്നേഹം കൊണ്ട് പറയുകയാ, മോര് നിന്റെ വാപ്പയ്ക്ക് നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു. നിനക്കാഗതി വരരുത്, നിനക്കാഗതി വരരുത്. നിന്റെ ഉപ്പാടെ മയ്യത്ത് വീടിന്റെ സൈഡിൽ മറത്തിക്കിടത്തുമ്പോ പാടച്ചാലത്ത് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീരിൽ കുളിപ്പിക്കണമടാ ചെറുപ്പക്കാരാ. കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീഴാ വല്ലാത്ത വേദനയാമോര്. മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാണ്, അറിയാത്തവരെ കുളിപ്പിക്കരുത്, അറിയാത്തവരെ കുളിപ്പിക്കരുത്. സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല, പടച്ചവരെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ആ മയ്യത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ.
അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഒഴിക്കല്ലേ, ശരീരത്തിനോട് ചേർത്ത് വെച്ചൊഴിക്കാൻ പറഞ്ഞത്. ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഒഴിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ്. ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഉപ്പാടെ തലയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ ഉപ്പാടെ തലയിൽ നിന്റെ കൈ കൊണ്ട് തടകണ്ടേടാ, ഉപ്പയുടെ മുഖമൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ലേ, ഒരുപാട് നിന്നെ ഒരുക്കിയതല്ലേ, ഒരുപാട് നിന്നെ കൊണ്ടു നടന്നതല്ലേ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ പഠിക്കണം പെണ്ണ്. അല്ലാതെ വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുള്ള കളിയല്ല, ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ. എടാ ചെറുപ്പക്കാരാ, കൂട്ടുകാര് 4 പേര് ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാലമല്ലേ. എന്ത് പറ്റിയടാ പൊന്നുമോന്, എന്ത് പറ്റിയടാ പൊന്നുമോന്, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ. നിന്റെ കോലവും നിന്റെ രൂപവും കണ്ടാ സങ്കടം തോന്നുകയാ ചെറുപ്പക്കാരാ. പലരും വന്ന് കൈപിടിക്കുമ്പോ അവന്റെ മുടി കാണുമ്പോ മോനെ ഇത് വെട്ടണമെന്ന് പറയാൻ തോന്നുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എന്റെ ചങ്ങാതിമാരോട് പറയുകയാ, ഈ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? എടാ, സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ ചെറുപ്പക്കാരാ, അല്ലാതെ വാല് കിട്ടാനല്ല, ആള് കൂടാനല്ല. ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ മോനെ. ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. ഇവിടെ വന്ന് കിടന്ന് 2 മണിക്കൂർ നിലവിളിക്കുന്നത് കൊണ്ട് ആയുസല്ലേടാ പോകുന്നത്, ഈ ശബ്ദമല്ലേ പോകുന്നത്, നരമ്പ് തേഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും എന്തേ പറയുന്നതെന്നറിയോ? എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ. 2 മണിക്കൂർ മൈക്കിന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്കൊന്ന് തോന്നുമല്ലോ. എവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പറയുന്നതിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്താ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ 2 മണിക്കൂർ ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോ 500-600 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് ഈ വാല് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ പൊന്നുമോനെ. നിങ്ങൾ ആരെങ്കിലും എന്റെ വാല് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോനെ. നമുക്ക് 2 പേർക്കും രക്ഷപ്പെടണമടാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ നന്നാകടാ, നന്നാകാം പൊന്നുമക്കള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ, നീ നിസാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ, അത് നിനക്ക് നാശമാടാ.